അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ കേസിലെ ഒന്നാം പ്രതി ഡോക്ടർ MK റാം പിടിയിൽ. കുടകിലെ ബന്ധുവീട്ടിൽ നിന്നാണ് റാം ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. റാമിനെ കണ്ണൂരിലെത്തിച്ചു. ഉടൻ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകും. വിശദാംശങ്ങളുമായി നിഖിൽ കണ്ണൂരിൽ നിന്നും ചേരുന്നു. നിഖിൽ, സമർത്ഥനായ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഇയാളുടെ ഈ ഡോക്ടർ റാമിന്റെ അടക്കം ഹരാസ്മെന്റിന്റെ ഒടുവിൽ ആ കുട്ടി ജീവനെടുക്കുകയാണ്, സ്വയം ജീവനെടുക്കുകയാണ്. അതിൽ ഒന്നാം പ്രതിയാണ് ഇയാൾ. പക്ഷേ ഇദ്ദേഹത്തെ കണ്ടെത്താൻ, ഒളിവിലുള്ള ഇദ്ദേഹത്തെ കണ്ടെത്താൻ 3 മാസം, ഏറെക്കുറെ 100 ദിവസം, 90 ദിവസത്തിനപ്പുറത്ത് എടുത്തു എന്നുള്ളതാണ്. എങ്കിലും ഒടുവിൽ ഇയാളെ കുടകിൽ നിന്ന് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ? ഇയാളെ കണ്ണൂർ എത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യൽ ആരംഭിക്കുക? വിവരങ്ങൾ. ഇന്ന് രാവിലെയോടുകൂടിയാണ് റാമിനെ കുടകിൽ നിന്ന് പിടികൂടി കണ്ണൂരിലേക്ക് എത്തിച്ചത്. ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ 3 ദിവസമായി റാമിനെ ലൊക്കേറ്റ് ചെയ്ത് വരികയായിരുന്നു. ഇയാൾ പലയിടങ്ങളിലായി മാറി മാറി താമസിച്ചതാണ് പോലീസിന്റെ ഇത്തരത്തിൽ ഈ 3 മാസക്കാലം ഇയാളെ പിടികൂടാൻ വേണ്ടി വന്നു എന്നതിന്റെ കാരണമായി നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ഇവിടെ കേരളത്തിലും എല്ലാം ഒരുപാട് കുടുംബ ബന്ധങ്ങളും അതിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങളും ഒക്കെ റാമിനുണ്ട് എന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ കൃത്യമായി ഒളിവിൽ കഴിയുന്നത് എവിടെയെന്ന് കണ്ടെത്തുക എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ നിരീക്ഷണം ഇയാൾക്ക് മേൽ, പ്രത്യേകിച്ചും ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ, മാത്രമല്ല കോടതി വലിയ വിമർശനങ്ങൾ പോലീസിന്റെ ഇക്കാര്യത്തിൽ ഉയർത്തിയതിന് പിന്നാലെ വലിയ ഒരു തിരച്ചിലേക്ക് തന്നെ പോലീസ് പോയിരുന്നു. അങ്ങനെയാണ് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ, ഒപ്പം തന്നെ കർണാടകയിലെ ഈ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ, അത് കൂടാതെ ഈ കേരള കർണാടക അതിർത്തിയായ കുടക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ഈ പ്രദേശങ്ങളിലേക്ക് 3 ടീമുകളായി തിരിഞ്ഞ് ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം പോയത്. ഏതായാലും റാമിനെ ഇന്നലെ രാത്രിയോടുകൂടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്ത് കണ്ണൂരിലേക്ക് ഇന്ന് രാവിലെയോടുകൂടി എത്തിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ആദ്യം ഒരു അല്പസമയത്തിനകം തന്നെ ഈ റാമിനെ മെഡിക്കൽ പരിശോധനയ്ക്കായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഏതായാലും ഡോക്ടർ റാം പിടിയിലാകുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയേണ്ടത് നിതിൻ രാജിന്റെ കുടുംബം നിരന്തരം ഉന്നയിക്കുന്ന കാര്യം, നിതിൻ രാജിന്റെ ജീവനൊടുക്കിയതിന് പിന്നാലെ ആ കുടുംബത്തിനും നിതിൻ രാജിനും നീതി കിട്ടുന്നില്ല ഈ റാമിന്റെ അറസ്റ്റ് വൈകുന്നത് കൊണ്ട് എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ നീതിയുടെ ആദ്യഘട്ടം നടപ്പിലായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാം. കാരണം ഈ ഡോക്ടർ റാം അത്രത്തോളം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നിതിൻ രാജിനോട് നടത്തിയിരുന്നു എന്നതാണ് പരാതി ഉയർന്നിരുന്നത്. ഒരു കുട്ടിയെ താൻ പഠിക്കുന്ന ഒരു കോളേജിന്റെ ആ സ്ഥാപനത്തിന്റെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ, മാനസികമായി അങ്ങേയറ്റം തളർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, പ്രതികരണങ്ങൾ നിരന്തരം ഉണ്ടായി എന്നുള്ളതാണ് ഈ പോലീസിന്റെ അന്വേഷണത്തിലും അക്കാര്യങ്ങളൊക്കെ വ്യക്തത വന്നതുമാണ്. മാത്രമല്ല ഈ നിതിൻ രാജിന് മാത്രമല്ല ആ കോളേജിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഈ റാമിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വളരെ മോശമായ രീതിയിലാണ് ആ വിദ്യാർത്ഥികളോട് പെരുമാറിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അവരുടെയൊക്കെ പ്രതികരണങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ട് റാമിനെ പിടികൂടുന്നില്ല, എവിടെയാണ് റാം ഉള്ളത് എന്ന ചോദ്യം ഈ കഴിഞ്ഞ 3 മാസത്തിലേറെയായി വളരെ സജീവമായി നിൽക്കുകയായിരുന്നു. അതിനുള്ള ഉത്തരം ഇപ്പോൾ ഏതായാലും ആയിരിക്കുന്നു. കുടകിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയതെന്നാണ് നമ്മൾ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അത് മാത്രമല്ല ഇയാൾ കീഴടക്കാൻ സുപ്രീം കോടതി അടക്കം മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ സ്ഥിതിക്ക് ഇയാൾ കീഴടങ്ങാനുള്ള ഒരു ശ്രമം ഉൾപ്പെടെ നടത്തുന്നുണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ അതിനു മുൻപ് ക്രൈംബ്രാഞ്ചിന്റെ സംഘം അവിടെ എത്തി കുടകിലെ ബന്ധുവീട്ടിൽ നിന്ന് ഈ റാമിനെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഡോക്ടർ റാമിനെ രാവിലെ തന്നെ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ ചോദ്യം ചെയ്യൽ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനുശേഷമാണ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇനി കടക്കേണ്ടത്. ഏതായാലും ഈ ഡോക്ടർ റാമിനെ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.